Eigenvalue and eigenvector. Let A be an n by n matrix, then a real number lambda is said to be eigenvalue of A if there exists a column vector x which is not equal to 0 such that Ax equal to lambda x. Simple പറഞ്ഞാൽ an eigenvalue is simply a real number or a scalar value. Lambda എന്ന് പറയുന്ന ഒരു സ്കേലാർ വാല്യൂ എ എന്ന് പറയുന്ന മെട്രിക്സിന്റെ ഈഗൻ വാല്യൂ ആവണമെങ്കിൽ it should satisfy the condition Ax equal to lambda x. Then lambda is called eigenvalue and x is called eigenvector. അതായത് ഒരു മെട്രിക്സ് എ കിട്ടിക്കഴിഞ്ഞു. Suppose A be the given matrix, then there exists a column vector x such that Ax equal to lambda x. ഇത് ഏറ്റവും സിമ്പിളായി പറഞ്ഞാൽ എനെ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നതും എക്സിനെ ഒരു സ്കേലാർ എ വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നതും സെയിം മെട്രിക്സ് ആണ്. എ ഒരു മെട്രിക്സ് ആണ്, എക്സ് ഒരു മെട്രിക്സ് ആണ്. ഇവിടെ എക്സ് ഒരു മെട്രിക്സ് ആണ്. പക്ഷേ ഈ ലാംഡ എന്ന് പറയുന്നത് ഒരു സ്കേലാർ ആണ്. അപ്പോൾ എന്താ വരുന്നത്? എ എന്നുള്ള മെട്രിക്സിനെ ഒരു കോളം മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എ സ്കേലാർ മൾട്ടിപ്പിൾ ഓഫ് എക്സ് എന്ന് കിട്ടി. സച്ച് values of lambda is called eigenvalues and corresponding to each eigenvalue there exists an eigenvector, that is x. ആ ഡെഫിനേഷൻ കൊണ്ട് ഭയപ്പെടേണ്ട, നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ഈസിയായി മനസ്സിലാവും. ഈഗൻ വാല്യൂ എന്ന് പറയുന്നത് Ax ഈക്വൽ ടു ലാംഡ എക്സ് സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സ് ആണ്. Ax ഈക്വൽ ടു ലാംഡ എക്സ് ആണെങ്കിൽ ലാംഡ ഈഗൻ വാല്യൂ ആൻഡ് എക്സ് ഈഗൻ വെക്ടർ ആണ്. ഇനി ഇതിനെ സോൾവ് ചെയ്യാൻ വേണ്ടി Ax ഈക്വൽ ടു ലാംഡ എക്സ് നമുക്ക് എങ്ങനെ എഴുതാം? Ax ഈക്വൽ ടു ലാംഡ ഐ എക്സ് എഴുതാം. സിൻസ് Ix is same as x, that is Ax minus lambda Ix equal to 0, that is A minus lambda I into x is 0. ഇങ്ങനെ വരും. ഓക്കെ, ഇനി അടുത്തത് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. അതിൻ്റെ ഡെഫിനിഷൻ പഠിക്കാം. A be an n by n matrix, then characteristic equation of A is determinant of A minus lambda I equal to 0. This is very important. Determinant of A minus lambda I equal to 0 is called characteristic equation of A. Okay, characteristic equation എന്ന് പറയുന്നത് ഇതാണ്. Actually, the solution of characteristic equation is called eigenvalues. നമ്മളിവിടെ characteristic equation പറയാൻ കാരണം അതിൻ്റെ സൊല്യൂഷൻ A minus lambda I കാണാൻ പറ്റും, ദാറ്റ് ഈസ് അതിൻ്റെ ഡിറ്റർമിനന്റ് കാണാൻ പറ്റും, ദാറ്റ് ഈസ് ഈക്വൽ ടു 0 കൊടുത്താൽ ഒരു ഇക്വേഷൻ കിട്ടും. അതിൻ്റെ സൊല്യൂഷൻ ഓർ റൂട്ട് ഓഫ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ആണ് എന്ത്? ഈഗൻ വാല്യൂസ്. അതാണ് നമുക്ക് ഇവിടെയുള്ള ആവശ്യം. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷനെ കൊണ്ടുള്ള ആക്ച്വലി ഡിറൈവ് ചെയ്യുന്നൊക്കെ ഉണ്ട്, അതൊന്നും നമുക്ക് ആവശ്യമില്ല. ജസ്റ്റ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്താണ്, അതിൻ്റെ സൊല്യൂഷനാണ് ഈഗൻ വാല്യൂസ്. ഓക്കെ, ഇനി ഒരു മെട്രിക്സ് കിട്ടിയാൽ അതിന് ഒരു ഈഗൻ വാല്യൂ ആയിരിക്കില്ല. ഇപ്പോൾ n by n മെട്രിക്സിന് n ഈഗൻ വാല്യൂസ് ഉണ്ടാവും. ദാറ്റ് മേ ബി യുണീക്ക് ഓർ, അതായത് ലാംഡ n by n മെട്രിക്സിനാണെങ്കിൽ ലാംഡ 1 ലാംഡ 2 എക്സെട്ര ലാംഡ n ഈഗൻ വാല്യൂസ് ഉണ്ടാവും. ആ ലാംഡ 1 ലാംഡ 2 അതൊക്കെ ഡിഫറെൻറ്റ് വാല്യൂസ് ആവാം, അതിൽ സെയിം വാല്യൂസ് ഉണ്ടാവും, പക്ഷേ n നമ്പർ ഉണ്ടാവും, ചിലത് റിപ്പീറ്റ് ചെയ്യപ്പെടും. The set of all collection of eigenvalues of A is called spectrum of A. ആ ഡെഫിനേഷൻ നോക്കി നോക്കുക. Spectrum of A. Similarly, eigenspace means set of all collection of eigenvectors. Eigenvaluesന്റെ കളക്ഷനെ സ്പെക്ട്രം എന്നും പറയും, eigenvectorsന്റെ കളക്ഷനെ eigenspace എന്നും പറയും. ഇത് നമ്മൾ ഇത്ര മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഫസ്റ്റ്, what is eigenvector and what is eigenvalue and what is eigenvector. Second, characteristic equation. Solution of characteristic equation is called eigenvalues. അത്ര മാത്രമേ പറഞ്ഞുള്ളൂ. ഇനി some properties of eigenvalues. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ആണ്. ഫസ്റ്റ് വൺ,
eigenvalues of a matrix is same as that of its transpose. That is, eigenvalue of a matrix A and A transpose are same. ഒരു മെട്രിക്സ് കിട്ടി. ഇപ്പോൾ എ എന്ന് പറയുന്ന മെട്രിക്സ് 1 2 3 4 നമ്മൾക്ക് ഇത് ഇതിന്റെ സപ്പോസ് ഇതിന്റെ ഈഗൻ വാല്യൂസ് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കും. എന്നിട്ട് നമ്മളോട് പറയുന്നു സം ലാംഡ 1 ലാംഡ 2. ഞാൻ ആ വാല്യൂസ് എഴുതുന്നില്ല. ഇനി ക്വസ്റ്റ്യൻ നമ്മളോട് 1 2 3 4 ഇതിന്റെ ഈഗൻ വാല്യൂ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഡൗട്ട് ഉണ്ട്. ഇവിടെ കിട്ടിയ ലാംഡ 1 ലാംഡ 2 തന്നെ ഇതിന്റെ ഈഗൻ വാല്യൂ, ഒരു ഡൗട്ടും ഇല്ല. നെക്സ്റ്റ് പ്രോപ്പർട്ടി, if lambda is eigenvalue of the matrix A. ലാംഡ എന്ന് പറയുന്നത് നമ്മുടെ മെട്രിക്സ് എയുടെ ഈഗൻ വാല്യൂ ആണ്. Then if this matrix is multiplied by some k, the new matrix is Ka. Its eigenvalue is k lambda. And if A is multiplied n times, then we get A raised to n. Its eigenvalue is lambda raised to n. അതായത് ലാംഡ എന്ന് പറയുന്നത് എയുടെ ഈഗൻ വാല്യൂ ആണ്. കെ എന്ന് പറയുന്ന മെട്രിക്സിന്റെ ഈഗൻ വാല്യൂ കെ ലാംഡ ആയിരിക്കും. എ പവർ എൻ എന്ന് പറയുന്ന മെട്രിക്സിന്റെ ഈഗൻ വാല്യൂ ലാംഡ റൈസ് ടു എൻ. ഞാനിപ്പോൾ ഒരു ഈഗൻ വാല്യൂവിന്റെ കേസ് മാത്രമേ പറയുന്നുള്ളൂ. സപ്പോസ് ലാംഡ 1 ലാംഡ 2 എക്സെട്രാ ലാംഡ കെ ഈഗൻ വാല്യൂസ് ഉണ്ടെങ്കിൽ കറസ്പോണ്ടിംഗ്ലി മാറും. ഇനി തേർഡ് വൺ, ഫോർ ട്രയാങ്കുലർ മെട്രിക്സ് ഓർ ഡയഗണൽ മെട്രിക്സ് the eigenvalues are diagonal elements itself. ഇത് നമുക്ക് ചില കേസിൽ ഇതൊക്കെ ആവശ്യം വരും, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സപ്പോസ് 2 0 0 0 3 0 0 0 5. ഞാൻ നേരത്തെ പറഞ്ഞു ഈഗൻ വാല്യൂസ് ആർ നത്തിങ് ബട്ട് ദ സൊല്യൂഷൻ ഓഫ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷന്റെ സൊല്യൂഷൻ ആണ് ഈഗൻ വാല്യൂസ് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ എന്ത് വേണം, ഈഗൻ വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യണം. സപ്പോസ് ദ ഗിവൺ മെട്രിക്സ് ഇസ് എ ഡയഗണൽ മെട്രിക്സ്, then we can find the eigenvalues easily. That is, in the case of a diagonal matrix, eigenvalues are nothing but its diagonal elements itself. അതായത് ഇവിടെയുള്ള ഈ ഒരു എക്സാമ്പിളിൽ ഈഗൻ വാല്യൂസ് ഏത് വരും, 2 3 5. അതായത് ഡയഗണൽ വാല്യൂസ് 2 3 5 അല്ലേ. അതേപോലെ ഒരു ട്രയാങ്കുലർ മെട്രിക്സ് ഞാൻ പറഞ്ഞിട്ടുണ്ട് 1 2 3. ഇതൊരു ട്രയാങ്കുലർ മെട്രിക്സ് ആണ്. ഇതിന്റെ ആണെങ്കിൽ എന്താ വരിക, ഈഗൻ വാല്യൂസ് 1 2 3 തന്നെ. ഡയഗണൽ എലിമെന്റ്സ് 1 2 3. അതൊന്ന് ശ്രദ്ധിക്കുക. ഇനി ഫസ്റ്റ് പ്രോപ്പർട്ടി, എയുടെയും എ ട്രാൻസ്പോസിന്റെ ഈഗൻ വാല്യൂസ് സെയിം. സെക്കൻഡ് പറയുന്നത് എയുടെ ഈഗൻ വാല്യൂ ലാംഡ ആണെങ്കിൽ കെ എ എന്ന് പറയുന്ന മെട്രിക്സിന്റെ ഈഗൻ വാല്യൂ എന്തായിരിക്കും, കെ ലാംഡ ആയിരിക്കും. ആൻഡ് തേർഡ് വൺ, എന്ന് പറയുന്നത് ട്രയാങ്കുലർ മെട്രിക്സിന്റെ ഈഗൻ വാല്യൂസ് എന്ന് പറയുന്നത് അതിന്റെ ഡയഗണൽ എലിമെന്റ്സ് ആണ്. നെക്സ്റ്റ് പ്രോപ്പർട്ടി, സം ഓഫ് ഈഗൻ വാല്യൂസ് ഓഫ് എ മെട്രിക്സ് ഈക്വൽ ടു ദ സം ഓഫ് ഡയഗണൽ എലിമെന്റ്സ്. ഒരു മെട്രിക്സ് കിട്ടിക്കഴിഞ്ഞാൽ അതിന് ഈഗൻ വാല്യൂസ് എന്തൊക്കെയുണ്ടാവും. സപ്പോസ് 2/2 മെട്രിക്സ് ആണെങ്കിൽ 2 ഈഗൻ വാല്യൂസ് ഉണ്ടാവും. ഒരു എക്സാമ്പിൾ വെച്ച് പറയാം. ഫോർത്തിന് എക്സാമ്പിൾ ആയിട്ട് ഇപ്പോൾ എ എന്ന് പറയുന്ന മെട്രിക്സ് 1 2 3 4 ആണ്. ഇതിന്റെ എത്ര ഈഗൻ വാല്യൂസ് ഉണ്ടാവും? സിൻസ് ഇറ്റ് ഈസ് 2/2 മെട്രിക്സ്, ഇറ്റ് ഹാസ് 2 ഈഗൻ വാല്യൂസ്. ലെറ്റ് ഇറ്റ് ബി ലാംഡ 1 ആൻഡ് ലാംഡ 2. Then from the fourth property we have lambda 1 plus lambda 2, that is sum of eigenvalues is equal to sum of the diagonal elements of A. Of A എന്ന് പറഞ്ഞാൽ ഓഫ് ദ ഗിവൺ മെട്രിക്സ്. ഇവിടെ എന്താ ഡയഗണൽ എലിമെന്റ്സ് ഏതൊക്കെയാ, 1 and 4. that is lambda 1 plus lambda 2 equal to 5. അതൊരു ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടിയാണ്. നെക്സ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് സം ഓഫ് ഈഗൻ വാല്യൂസ് ഈക്വൽ ടു സം ഓഫ് ഡയഗണൽ എലിമെന്റ്സ്. ഫോർത്ത് നെക്സ്റ്റ് പ്രോപ്പർട്ടി,
product of eigenvalues is equal to its determinant. Same case നോക്കിക്കോ, lambda 1 plus lambda 2 5 കിട്ടി. ഇനി product means lambda 1 into lambda 2 എന്തായിരിക്കും? Determinant of A ആയിരിക്കും. Determinant of A എന്താ? 1 into 4 minus 3 into 2, that is 4 minus 6 minus 2. അപ്പോൾ എന്ത് കിട്ടി? lambda 1 into lambda 2 equal to minus 2 കിട്ടി. lambda 1 plus lambda 2 5 കിട്ടി. രണ്ട് ഇക്വേഷൻസ് വന്നില്ലേ? എന്തൊക്കെ ഇക്വേഷൻസ്? lambda 1 plus lambda 2 equal to 5 and lambda 1 into lambda 2 equal to minus 2. Therefore, we can find lambda 1 and lambda 2 without solving characteristic equation. ഈ രണ്ട് പ്രോപ്പർട്ടീസ് ഏതാ? 2x2 മെട്രിക്സിന്റെ എന്ത് കാണാം? ഏഗൻ വാല്യൂസ് കാണാം. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻസ് ഒന്നും യൂസ് ചെയ്യാതെ തന്നെ. ഓക്കെ, അപ്പോൾ ആ രണ്ട് പ്രോപ്പർട്ടി ഇമ്പോർട്ടൻ്റ് ആണ്. കഴിഞ്ഞ പ്രാവശ്യം എക്സാമിന് ഈ രണ്ട് പ്രോപ്പർട്ടി യൂസ് ചെയ്ത് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഞാൻ സോൾവ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ തന്നെ. ഇനി നമ്മുടെ എയിം എന്താ? എക്സാമിന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക ഫൈൻഡ് eigen values and eigen vector corresponding to the given matrix A എന്നും പറഞ്ഞ് ഏതെങ്കിലും. അപ്പോൾ നമ്മൾ അതിൻ്റെ സ്റ്റെപ്സ് എന്തൊക്കെയാണ്? ഫസ്റ്റ് find eigen values and eigen vectors എന്നല്ലേ. For that first we have to find the characteristic equation. Characteristic equation നമ്മൾ ആദ്യം ഐഡന്റിഫൈ ചെയ്യണം. ഏതാ? determinant of A minus lambda equal to 0. അത് കാൽക്കുലേറ്റ് ചെയ്യുക. അതിനുശേഷം എന്താ? സോൾവ് ദാറ്റ് ഇക്വേഷൻ. സോൾവ് ദ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. ആഫ്റ്റർ സോൾവിങ് ഇറ്റ് വി ഗെറ്റ് ദ eigen values. ലെറ്റ് ഇറ്റ് ബി lambda 1 lambda 2 up to lambda k. Then find eigenvectors xk corresponding to each lambda equal to lambda k. അതായത് ഒരു lambda equal to 1 കിട്ടി സപ്പോസ്, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്തുണ്ടാവും? ഒരു ax equal to lambda x എന്നുള്ള സിസ്റ്റം ഉണ്ടാവും. ദാറ്റ് ഈസ് ax equal to x എന്നുള്ള അത് സോൾവ് ചെയ്താൽ നമുക്കൊരു എക്സിന്റെ വാല്യൂ കിട്ടും. അങ്ങനെ കറസ്പോണ്ടിങ് ആയിട്ട് ഈഗൻ വെക്ടേഴ്സ് കാണാം. അത് ഈ എഴുതുന്നത്ര ഡിഫിക്കൽട്ടീസ് ഇല്ല, പ്രോബ്ലം ചെയ്യുമ്പോൾ കൃത്യമായി മനസ്സിലാവും. ഓക്കെ, ഇനി ഒരു പ്രോബ്ലം ചെയ്യാം. Find eigenvalues of the matrix A equal to 7 3 3 minus 1.